ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. റോഡ് സുരക്ഷ വഴിതെറ്റി GPS. 8 ലക്ഷം പൊതുഗതാഗത വാഹനങ്ങളിൽ GPS ഘടിപ്പിച്ചത് 4 ലക്ഷത്തിൽ മാത്രം. വാഹന നിരീക്ഷണ പദ്ധതി പാളി. തിരുവനന്തപുരം. റോഡ് സുരക്ഷ ഉറപ്പാക്കാനായി പൊതുഗതാഗത വാഹനങ്ങളുടെ ലൊക്കേഷൻ, വേഗം എന്നിവ നിരീക്ഷിച്ചു തത്സമയം നടപടിയെടുക്കുന്ന സുരക്ഷാമിത്രം പദ്ധതി സംസ്ഥാനത്ത് പാളി. കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് 2019 തുടങ്ങിയ മാതൃകാ പദ്ധതി ആസൂത്രണത്തിലെ പിടിപ്പുകേടും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരാധീനതയും മൂലമാണ് പാതിവഴിയിൽ പൊലിഞ്ഞത്. ബസും ലോറിയും ഓട്ടോറിക്ഷയും ടാക്സികളും ഉൾപ്പെടെ സംസ്ഥാനത്തെ 8 ലക്ഷത്തോളം പൊതുഗതാഗത വാഹനങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത്. സ്കൂൾ ബസുകളും പദ്ധതിയിലുണ്ട്. ഇതുവരെ 4 ലക്ഷത്തോളം വാഹനങ്ങളിൽ GPS സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് VLTD സ്ഥാപിച്ചെങ്കിലും ഇതിന്റെ ഏകോപനത്തിനായുള്ള കൺട്രോൾ റൂമുകൾ സജ്ജമാക്കാനായില്ല. സംസ്ഥാനതലത്തിൽ ഒരു കൺട്രോൾ റൂമും 14 ജില്ലാതല കൺട്രോൾ റൂമുകളുമാണ് വിഭാവനം ചെയ്തത്. സംസ്ഥാനതല കൺട്രോൾ റൂം തുടങ്ങിയെങ്കിലും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും വേണ്ടത്ര ജീവനക്കാരില്ലെന്ന കാരണം പറഞ്ഞ് ആദ്യം തന്നെ 8 മണിക്കൂറായി ചുരുക്കി. ചുമതലയുള്ള ഏക മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെയും മറ്റു ജോലിക്ക് നിയോഗിച്ചതോടെ പിന്നീട് കൺട്രോൾ റൂം പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. പൊതുഗതാഗത വാഹനങ്ങളെ തത്സമയം നിരീക്ഷിച്ചു വാഹനത്തിന്റെ വേഗം അമിതമായാലോ നിശ്ചിത റൂട്ടിൽ നിന്ന് മാറിയാലോ ഉടൻ കൺട്രോൾ റൂമിൽ ജാഗ്രതാ നിർദ്ദേശം ലഭിക്കുകയും ഇത് വാഹന ഉടമയെ അപ്പോൾ തന്നെ അറിയിക്കുകയും ചെയ്യുന്ന എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം ERSS നടപ്പാക്കുകയായിരുന്നു ഉദ്ദേശം. 60% കേന്ദ്രവും 40% സംസ്ഥാനവും വഹിക്കുമെന്ന ധാരണയിൽ 66 കോടി രൂപയാണ് പദ്ധതി ചെലവായി നിശ്ചയിച്ചത്. 12 കോടിയോളം രൂപ കേന്ദ്രം കൈമാറി. നിലവിലെ ഘട്ടം പൂർത്തീകരിക്കാൻ 2 കോടിയോളം രൂപ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ കേന്ദ്ര നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത് മുടങ്ങിയതോടെ തുടർഘട്ടങ്ങളിലെ ഫണ്ടും നിലച്ചു. മോട്ടോർ വാഹന വകുപ്പിന് സാങ്കേതിക സഹായം ചെയ്യുന്ന സിഡാക്കിന്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിന് പണം കൈമാറാത്തതാണ് പദ്ധതി മുന്നോട്ടു പോകാൻ മറ്റൊരു തടസ്സം. മോട്ടോർ വാഹന വകുപ്പും സിഡാക്കും തമ്മിലുള്ള തർക്കവും പദ്ധതിക്ക് തിരിച്ചടിയായി. കോളടിച്ചത് GPS കമ്പനികൾക്ക്. GPS ഡിവൈസ് വിൽക്കുന്ന കമ്പനികൾക്കു പദ്ധതി ചാകരയായി മാറിയെന്നല്ലാതെ റോഡ് സുരക്ഷയ്ക്ക് ഗുണം ചെയ്തില്ല. സംസ്ഥാനത്തെ വേഗമാനദണ്ഡം വ്യത്യസ്തമായതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്ന ബസുകളും ലോറികളും ഈ ഉപകരണം വയ്ക്കുന്നില്ല. കേരളത്തിൽ ലഭ്യമായ GPS ഉപകരണങ്ങൾ മിക്കതും വേഗത്തിൽ കേടാകുന്നതായും GPS കമ്പനികൾ അമിത വാർഷിക ഫീസ് ഈടാക്കുന്നതായും വാഹനോടമകളും പരാതിപ്പെടുന്നു. 10 വർഷമായി സോണിയാഗാന്ധിയെ കാണാൻ അവസരമില്ല. രാഷ്ട്രീയ ജീവിതം നൽകിയതും ഇല്ലാതാക്കിയതും നെഹ്റു കുടുംബം. ന്യൂഡൽഹി. നെഹ്റു കുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സു തുറന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. തന്റെ രാഷ്ട്രീയ ജീവിതം പടുത്തുയർത്തിയതും ഇല്ലാതാക്കിയതും നെഹ്റു കുടുംബമാണെന്ന് മണിശങ്കർ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി തനിക്ക് സോണിയാഗാന്ധിയെ കാണാൻ സാധിക്കുന്നില്ലെന്നും വാർത്താ ഏജൻസിയായ പിഡയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തി. കഴിഞ്ഞ 10 വർഷമായി സോണിയയെ നേരിൽ കാണാൻ എനിക്കൊരു അവസരം പോലും നൽകിയിട്ടില്ല. ഒരിക്കൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചതൊഴിച്ചാൽ അവരെ കാണുന്നതിന് അവസരം ലഭിക്കുന്നില്ല. പ്രിയങ്കയുമൊക്കെ 2 തവണ കണ്ടിരുന്നു. അവർ ഫോണിൽ സംസാരിക്കും. അതുകൊണ്ട് ബന്ധമുണ്ട്. വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ എന്റെ രാഷ്ട്രീയ ജീവിതം സൃഷ്ടിച്ചതും ഇല്ലാതാക്കിയതും നെഹ്റു കുടുംബമാണ്. ഇതാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു, അയ്യർ പറഞ്ഞു. ഒരിക്കൽ രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധി മുഖാന്തരം ജന്മദിനാശംസകൾ നൽകിയ സംഭവവും അദ്ദേഹം ഓർമ്മിച്ചു. അന്ന് പ്രിയങ്ക എന്തുകൊണ്ട് രാഹുലിനോട് നേരിട്ട് പറയുന്നില്ലെന്നാണ് ചോദിച്ചത്. തന്നെ സസ്പെൻഡ് ചെയ്തുവെന്നും അതിനാൽ നേതാവിനോട് നേരിട്ട് സംസാരിക്കാനാകില്ലെന്നുമാണ് പ്രിയങ്കയ്ക്ക് മറുപടി നൽകിയതെന്നും മണിശങ്കർ അയ്യർ പറയുന്നു. പിന്നീട് അദ്ദേഹത്തിന് കഥയച്ച കാര്യവും മണിശങ്കർ അയ്യർ വെളിപ്പെടുത്തി. ആദ്യ പാരഗ്രാഫിൽ പിറന്നാൾ ആശംസകൾ അറിയിച്ചു. പാർട്ടിയിലെ തന്റെ സ്ഥാനത്തെക്കുറിച്ച് പിന്നീട് ചോദിച്ചു. എന്നാൽ ആ കത്തിന് മറുപടിയൊന്നും ഉണ്ടായില്ലെന്നും മണിശങ്കർ അയ്യർ ഓർക്കുന്നു. തബല മാന്ത്രികൻ സക്കീർ ഹുസൈന് അന്തരിച്ചു. വാഷിംഗ്ടണ്. പ്രശസ്ത തബല വാദകന് സക്കീർ ഹുസൈന് അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം. സക്കീർ ഹുസൈന് രക്തസംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. 1951 മുംബൈയിലെ മാഹിമിലാണ് സക്കീർ ഹുസൈന്റെ ജനനം. 3-ാം വയസ്സ് മുതൽ സംഗീതത്തിൽ അഭിരുചി കാണിച്ച അദ്ദേഹം 12-ാം വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിലെ പഠനം പൂർത്തിയാക്കിയ സാക്കിർ ഹുസൈന് 1970 അമേരിക്കയില് സിത്താര മാന്ത്രികന് രവിശങ്കറിനൊപ്പം 18-ാമത്തെ വയസ്സിൽ കച്ചേരി അവതരിപ്പിച്ചു. പ്രശസ്ത പോപ്പ് ബാൻഡ് ദി ബീറ്റിൽസ് ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി സഹകരിച്ചിട്ടുണ്ട്. 1999 യുണൈറ്റഡ് നാഷണൽ എൻഡോമെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടി. അമേരിക്കയിലെ പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണിത്. അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷണ്, പത്മവിഭൂഷണ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. മലയാളത്തിലെ വാനപ്രസ്ഥം അടക്കമുള്ള ഏതാനും സിനിമകൾക്കും സംഗീതം നൽകിയിട്ടുണ്ട്. ഹീറ്റ് ആൻഡ് ഡസ്റ്റ്, ദി പെർഫെക്റ്റ് മെമ്പർ, മിസ് ബ്യൂട്ടിസ് ചിൽഡ്രന്, സാസ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രശസ്ത കഥക് നർത്തകി അന്റോണിയ മിനിക്കോളയാണ് ഭാര്യ. അനിസ ഖുറേഷി, ഇസബെല്ല ഖുറേഷി എന്നിവർ മക്കളാണ്. വീടുകളിലെ മാലിന്യം റോഡരികിൽ തള്ളി.
കോടഞ്ചേരി പഞ്ചായത്തിൽ നെല്ലിപ്പൊയിൽ പുല്ലൂരാമ്പാറ റോഡ് സൈഡിൽ പഞ്ചായത്തിന്റെ വാട്ടർ ടാങ്കിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകളും പാഴ്വസ്തുക്കളും കുപ്പികളും അജൈവ മാലിന്യങ്ങളും സംഭരിക്കുന്ന കോടഞ്ചേരി പഞ്ചായത്തിന്റെ ഡംപിംഗ് യാർഡാക്കി മാറ്റിയിരിക്കുന്നു. ഈ മാലിന്യ കൂമ്പാരം കൊണ്ട് പരിസരവാസികൾ ബുദ്ധിമുട്ടലായിരിക്കുകയാണ്. മാലിന്യം കുൻകൂടി കിടക്കുന്നതിന് മുകളിലേക്ക് ഇതിലെ വരുന്ന യാത്രക്കാർ ഭക്ഷണാവശിഷ്ടവും മറ്റു മാലിന്യവും കൂടി നിക്ഷേപിക്കുന്നുണ്ട്. കോടഞ്ചേരി പഞ്ചായത്ത് മറ്റൊരു ഡംപിംഗ് യാർഡ് കണ്ടെത്തുകയോ അല്ലായെങ്കിൽ മാലിന്യം അവിടെ നിക്ഷേപിക്കാതെ കരാർ കൊടുത്ത കമ്പനിയോട് കൃത്യമായി നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയോ വേണമെന്ന് പ്രദേശവാസികളായ ജോസ് പരത്തിമല, ജോയ് എൻട്രിയിൽ എന്നിവർ പറഞ്ഞു. പ്രദേശവാസികൾക്ക് വേണ്ടി ആം ആദ്മി പാർട്ടി പഞ്ചായത്തിന്റെ മുൻപാകെ ഈ വിവരം ധരിപ്പിക്കാമെന്ന് പരാതി പറഞ്ഞവരെ ബോധിപ്പിച്ചു. കോടഞ്ചേരി പഞ്ചായത്ത് ആം ആദ്മി പ്രസിഡന്റ് അബ്രഹാം വാമറ്റത്തിലിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങളായ CB തോമസ്, ജോൺസൺ കോടഞ്ചേരി, നിക്സൺ വണ്ടനാഗര, ഷാജി ജോസഫ് ഇരുപുഴിക്കൽ, അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായി എത്തിച്ചേർന്ന ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് ദാസ് എന്നിവർ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൃത്യമായ ഇടപെടലുകൾ പഞ്ചായത്ത് സ്വീകരിച്ചില്ലെങ്കിൽ സമരമുഖത്തേക്ക് ആം ആദ്മി പാർട്ടി പോകുമെന്ന് ഉറപ്പു നൽകി. ആം ആദ്മി പാർട്ടി കോടഞ്ചേരി പഞ്ചായത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഹരിത കർമ്മസേനയുടെ യൂസർ ഫീ ഒഴിവാക്കി കൊടുക്കുമെന്നും പാർട്ടി ഭാരവാഹികൾ അറിയിച്ചു. വയനാട്ടില് വീണ്ടും കാട്ടാന ആക്രമണം, നിർമ്മാണ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. കൽപ്പറ്റ വയനാട്ടില് വീണ്ടും കാട്ടാന ആക്രമണത്തില് യുവാവിന് ഗുരുതര പരിക്ക്. എലിഫന്റ് വാലി റിസോർട്ടിലെ നിർമ്മാണ തൊഴിലാളിയായ പാലക്കാട് സ്വദേശി സതീഷിനാണ് പരിക്കേറ്റത്. ചേകാടി പൊളനിയില് വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ സതീഷിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. സതീശനും മറ്റ് 5 പേരും സമീപത്തെ കടയിൽ സാധനം വാങ്ങാനായി പോയതായിരുന്നു. ഇതിനിടെ സതീഷിന്റെ നേർക്ക് ആന പാഞ്ഞെത്തി. കൂടെയുണ്ടായിരുന്ന മറ്റ് 4 പേര് തിരിഞ്ഞോടി. എന്നാൽ സതീശന് ഓടുന്നതിനിടയിൽ ആന പുറകിൽ നിന്നും ആക്രമിക്കുകയായിരുന്നു. ആനയുടെ കൊമ്പ് സതീഷിന്റെ വയറിൽ തുളഞ്ഞു കയറി. ഊഞ്ഞാലിൽ കഴുത്ത് കുരുങ്ങി 12-കാരന് മരിച്ചു. മാനന്തവാടി ഊഞ്ഞാലിൽ കഴുത്ത് കുരുങ്ങി 12-കാരന് മരിച്ചു. മാനന്തവാടി മിൽക്ക് സൊസൈറ്റി ജീവനക്കാരന് വട്ടക്കുളത്തിലെ ഷിജുവിന്റെ മകൻ അശ്വിന് 12 ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6ഓടെയാണ് സംഭവം. വീടിനോട് ചേർന്ന ഷെഡില് കെട്ടിയിരുന്ന ചെറിയ പ്ലാസ്റ്റിക് ഊഞ്ഞാലിലെ അബദ്ധത്തില് കഴുത്ത് കുരുങ്ങി മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് കുട്ടിയെ എത്തിച്ചെങ്കിലും ജീവന് രക്ഷിക്കാനായില്ല. പയ്യമ്പള്ളി സെന്റ് കാതറിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാതാവ് ഷാരി അങ്കീത് സഹോദരനാണ്. കേരളോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്തി. കോടഞ്ചേരി കേരളോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് ക്രിക്കറ്റ് മത്സരങ്ങൾ കോടഞ്ചേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർമാരായ റോയ് കുന്നപ്പള്ളി, TM രാധാകൃഷ്ണൻ, AK കൗസർ, സ്പോർട്സ് കൺവീനർ TM അബ്ദുൾ റഹിമാൻ, അനൂപ്, ഉനൈസ്, പോൾസൺ അറത്തിൽ എന്നിവർ പ്രസംഗിച്ചു. നാഷണൽ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് കേരള ടീം ജേഴ്സി പ്രകാശനം ചെയ്തു. മുക്കം ഹാട്രിക് കിരീടത്തിനായി തെലങ്കാനയിലേക്ക് പുറപ്പെടുന്ന സോഫ്റ്റ് ബേസ്ബോൾ കേരള ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. ഡോൺ ബോസ്കോ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുക്കം നഗരസഭ ചെയർമാൻ PET ബാബു ജേഴ്സി പ്രകാശനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. ഡോൺ ബോസ്കോ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോമി പാറക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് രാഹുൽ കൃഷ്ണ മുഖ്യാതിഥിയായി. സംസ്ഥാന അസോസിയേഷൻ സെക്രട്ടറി PM മെഗർഡ്, വിപിൻ സോജൻ, സന്തോഷ് മരുതോളിൽ, K അക്ഷയ, J ഷഹനാസ് എന്നിവർ പ്രസംഗിച്ചു. സബ് ജൂനിയർ ടീമിന്റെ ക്യാപ്റ്റൻ S അബിക്സൺ, കോഴിക്കോട് വൈസ് ക്യാപ്റ്റന്മാർ ദേവകൃഷ്ണ, തിരുവനന്തപുരം അഭിനന്ദ് ഗിരീഷ്, ഇടുക്കി യൂത്ത് മെൻ ടീമിന്റെ ക്യാപ്റ്റൻ അതുൽ കൃഷ്ണ, തിരുവനന്തപുരം വൈസ് ക്യാപ്റ്റന്മാർ ആൽബിൻ വർഗീസ്, കോഴിക്കോട് M സ്വരാഗ്, മലപ്പുറം യൂത്ത് വുമൻ ടീമിന്റെ ക്യാപ്റ്റൻ മാളവിക മനോജ്, ആലപ്പുഴ വൈസ് ക്യാപ്റ്റന്മാർ S അൻസിയ, കോട്ടയം KET മൃദുല, ഇടുക്കി എന്നിവരടങ്ങുന്ന 60 അംഗ കേരള ടീം 22-ാം തീയതി തെലങ്കാനയിലേക്ക് യാത്ര തിരിക്കും. കൂരോട്ടുപാറ സെന്റ് മേരീസ് ദൈവാലയത്തിലെ തിരുനാൾ 2025 ജനുവരി 10, 11, 12. കോടഞ്ചേരി കൂരോട്ടുപാറ സെന്റ് മേരീസ് ദൈവാലയത്തിലെ തിരുനാൾ ജനുവരി 10, 11, 12 വെള്ളി, ശനി, ഞായർ തീയതികളിലായി നടക്കും. കാര്യപരിപാടികൾ 2025 ജനുവരി 10 വെള്ളി വൈകിട്ട് 5:15 കൊടിയേറ്റ്, ലതീഞ്ഞ്, വിശുദ്ധ കുർബാന, മോൺസിഗോർ അബ്രഹാം വയലിൽ വികാരി ജനറൽ താമരശ്ശേരി രൂപത, വൈകിട്ട് 6:30 സെമിത്തേരി സന്ദർശനം. 2025 ജനുവരി 11 ശനി വൈകിട്ട് 5:15 ആഘോഷമായ തിരുനാൾ കുർബാന. ഫാദർ മാത്യു കൊല്ലംപറമ്പിൽ അഡ്മിനിസ്ട്രേറ്റർ, അൽഫോൻസ കോളേജ്, തിരുവമ്പാടി, വൈകിട്ട് 6:30 ലതീഞ്ഞ്, പ്രദക്ഷിണം കൂരോട്ടുപാറ അങ്ങാടിയിലേക്ക്. സന്ദേശം ഫാദർ ഇമ്മാനുവൽ കുരൂർ നവവൈദികൻ, വൈകിട്ട് 7 ആശീർവാദം. തുടർന്ന് വാദ്യമേളങ്ങൾ, ആകാശവിസ്മയം, മെഗാ ഷോ, വൈബ് മ്യൂസിക് ബാൻഡ്, കാലിക്കറ്റ്, സംഗീത, നൃത്ത, ഹാസ്യസന്ധ്യ.
2025 ജനുവരി 12 ഞായർ രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ കുര്യൻ താന്നിക്കൽ റെക്ടർ സെന്റ് അൽഫോൻസ മൈനർ സെമിനാരി താമരശ്ശേരി ഉച്ചക്ക് 12 പ്രദക്ഷിണം ഉച്ചക്ക് 12:30 സ്നേഹവിരുന്ന്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.